നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പല്ലവി, ഞാൻ വന്നിട്ട് 10 മിനിറ്റായി. നീ എന്താ എന്നെ വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കാണോ? നിന്റെ കാലിന്റെ ചിത്രപ്പണി കാണാനാണോ എന്നെ നീ വിളിച്ചു വരുത്തിയത്? ഞാനെന്താ നിന്റെ കളിപ്പിളിയാണോ? വിപിൻ സാറേ, ഇന്ന് എന്റെ പിറന്നാളാ. അതുകൊണ്ട് ഇന്ന് എന്നെ കളിയാക്കി കൂടാ, വഴക്ക് പറഞ്ഞൂടാ. അതറിഞ്ഞൂടെ വിപിൻ സാറിന്? പിറന്നാള് കാര്യ വഴക്ക് പറഞ്ഞ ദൈവകോപം കിട്ടും. വിഷ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ദേ, മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പോവാലോ. സാറേ, അയ്യേ, ഇങ്ങനെ ചടപടയെന്ന് പറയല്ലേ സാറേ. കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ പറയാൻ പാടില്ലേ സാറേ? ഈ ഈണത്തിലും ഇമ്പത്തിലും പറയാനേ എനിക്കറിയാവൂ. സൗകര്യം ഉണ്ടെങ്കിൽ നീ കേട്ടാ മതി. അയ്യോ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ വിപിൻ സാറേ. അവൾ എവിടെ പോയി കിടക്കുവാണോ എന്തോ. അല്ല വിപിൻ സാറേ, എന്റെ വേഷം എങ്ങനെയുണ്ട്? നല്ലല്ലേ? ആ, കുഴപ്പമില്ല. ആ, ദേ വന്നല്ലോ. എന്താ താമസിച്ചത്? ഏട്ടനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അതാ താമസിച്ച. അല്ല, കൊണ്ടുവന്നില്ലേ? ഇതാരാ പല്ലവി? ഇത് വിപിൻ സാർ, വിശാൽ സാറിന്റെ അനിയനാ. ഇത് പ്രദീപേട്ടൻ, സുരഭിയുടെ ഏട്ടനാ. ഇയാളെന്തിനാ ഇവിടെ വന്നത്? അത് പ്രദീപേട്ട, പിറന്നാളാശംസകള് പറയാൻ വന്നതാ. കായലോരത്ത് വെച്ചാണോ പിറന്നാൾ ആഘോഷം? അതൊക്കെ വീട്ടിൽ വെച്ചല്ലേ പറയേണ്ടതും നടത്തേണ്ടതൊക്കെ. സാറേ, ഇതൊരു നാട്ടിൻപുറമാണ്. ഇവിടെ നാട്ടിൻപുറത്തുകാർക്ക് പട്ടണത്തിലുള്ളവരുടെ ജീവിത രീതിയും സംസ്കാരവും ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് സാർ ഉദ്ദേശിച്ചൊന്നും ഇവിടെ നടക്കില്ല. തൽക്കാലം കേക്കിന് പകരം ഇതേ ഉള്ളൂ ഇവിടെ മുറിക്കാനായിട്ട്. സാറൊന്ന് പേടിച്ചല്ലേ? ശരിക്കും പേടിച്ചുപോയി. ഇതേ ഇവളുമാരുടെ ഐഡിയ സാറേ. ഞാനതിലെ ഒരു ഉപകരണമായി എന്ന് മാത്രം. പല്ലവി, ഐശ്വര്യമായിട്ട് കേക്ക് കെട്ടിയടി. വള പിടിച്ചേ. സാറേ, കേക്ക് മുറിക്കുന്നതിന് മുമ്പ് പാട്ട് പാടണം സാറേ. വിപിൻ സാർ, ആ പാട്ടൊന്ന് പാടുവോ? ഇംഗ്ലീഷ് പാട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ പല്ലവി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേച്ചി എന്ത് വിടുതര ചേച്ചി പറയുന്നേ? ഇയാൾക്കേ കണ്ണ് കണ്ടൂടാ. ഇയാളെ നോക്കാൻ 10 പേര് വേണം. അങ്ങനെയുള്ള ആളാണോ അളിയനെ നോക്കാൻ പോകുന്നേ? പറയുന്നതിനൊരു ലോജിക്ക് വേണ്ട ചേച്ചി. ഞാനൊരു അന്തം തന്നെയാ, സമ്മതിക്കുന്നു. പക്ഷേ
എന്റെ കാതിനും ആരോഗ്യത്തിനും ദൈവം സഹായിച്ചൊരു കുഴപ്പമില്ല. എന്നെ ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ആ സ്ഥലം ഒന്ന് പരിചയമാവണമെന്ന് മാത്രം. കണ്ണ് കാണത്തില്ലെങ്കിൽ എന്താ, വായ്ത്താളത്തിന് ഒരു കുഴപ്പമില്ല. എന്താ നിങ്ങളുടെ പേര്? ചന്ദ്രൻ, ചന്ദ്രശേഖരൻ. പരിചയമുള്ളവര് ചന്ദ്രേട്ടാന്ന് വിളിക്കും. അതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ചന്ദ്രശേഖരൻ, ശേഖരൻ. അപ്പോ ഗായത്രിയമ്മ എന്നോട് പറഞ്ഞ ആൾ ഇതായിരുന്നോ? എന്തിനായിരിക്കും ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ഗായത്രിയമ്മ പറഞ്ഞത്? അതെ, പറയുന്ന ജോലിയൊക്കെ കൃത്യമായിട്ട് വൃത്തിയായി ചെയ്യണം. കൂലിയായിട്ട് കഴിക്കാൻ എന്തെങ്കിലും തരും, ശമ്പളമൊന്നും പ്രതീക്ഷിക്കണ്ട. എന്താ, സമ്മതമാണോ? സമ്മതം. വിശാൽ സർ, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈ നല്ല മനസ്സിന് ഉദയന്നൂർ അമ്മയുടെ കടാക്ഷം ഉണ്ടാവും. നന്ദി പ്രകടനമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇയാൾ ഇവിടെ പൊറുതിക്കെടുത്ത സ്ഥിതിക്ക് ഒരു കാര്യത്തിൽ കൂടി എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണം. എവിടെ നിന്നോ വിളിച്ചുകൊണ്ടുവന്ന ഒരാളെ ഇവിടെ താമസിപ്പിക്കാമെങ്കിൽ ജാസ്മിനെയും എന്തുകൊണ്ട് ഇവിടെ താമസിപ്പിച്ചുകൂടാ? അത് ന്യായമായ ചോദ്യമാണേ. പൊര കത്തുമ്പോ തന്നെ വാഴ വെട്ടണം. എന്താ വിശാൽ, സുശീല ചോദിച്ചത് കേട്ടില്ലേ? ഒന്നുമില്ലെങ്കിലും അവളൊരു പെൺകുട്ടിയല്ലേ? ഈ ചന്ദ്രശേഖരനും ജാസ്മിനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ആൾക്ക് കാഴ്ചയില്ല, അവൾക്ക് കാഴ്ചയുണ്ട്. അവളും ഇയാളെപ്പോലെ തന്നെ ഇപ്പൊ അനാഥയാ. അവക്കെ കാഴ്ചയുണ്ടെന്നേ ഉള്ളൂ, കാഴ്ചപ്പാട് വളരെ കുറവാ. ഇടി, പാർവതിയുടെ കാര്യത്തിൽ എന്നെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച പോലെ ആന്റിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ചുമതല ഞാൻ പാർവതി ഏൽപ്പിക്കാം. പാർവതി, ജാസ്മിനെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നതിൽ നിനക്ക് എതിർപ്പല്ലോ ഉണ്ടോ? ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു പാർവതി? പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞേക്ക്. നീ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കണ്ട. അവള് പറയട്ടെ. ആ ഉത്തരം കേട്ടിട്ട് വേണം ചന്ദ്രശേഖരന്റെ കാര്യത്തില് എന്റെ തീരുമാനം പറയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.